ഹായ് ഹലോ ഇത് ഐനൂസിനെ കൊണ്ട് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ അഹാമായ സ്കൂളിൽ വിട്ടിട്ടാണ് പോയത്. അഹാമ നല്ല വണക്കത്തിലായിരുന്നു നമ്മുടെ കൂടെ വരാൻ വേണ്ടി. പിന്നെ അവൾ സ്കൂളിൽ കയറിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് വിട്ടു കേട്ടോ. അപ്പോൾ ഐനൂസിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് SCTയിലാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളൊരു 10:45 ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി 2.5 മണിക്കൂറെങ്കിലും കഴിയും കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ വിചാരിച്ച് മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ മുമ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അകത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കണ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വില കുറച്ചിട്ടാണ് ഇവിടുന്ന് കിട്ടുന്നത്. അങ്ങനെ കുറേ നേരം നിന്ന് നമ്മൾ മരുന്നിൻ്റെ ലിസ്റ്റൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മളെ പേര് വിളിക്കുമ്പോൾ നമ്മൾ ബില്ല് പേ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 1.5 മണിക്കൂറെങ്കിലും എടുത്ത് നമുക്ക് മരുന്നൊക്കെ കിട്ടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ടയർഡായിരുന്നു. നോമ്പും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. പിന്നെ നമ്മൾ നേരെ പോയത് റിസൾട്ട് വാങ്ങിക്കാനാണ്. റിസൾട്ട് കിട്ടിയപ്പോഴേക്കും ഏതാണ്ട് 2 മണിയൊക്കെ ആയിട്ടോ. പിന്നെ അതും കൊണ്ട് നേരെ ഡോക്ടറെ കാണിക്കാൻ പോയി. അവിടെയാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം അവിടെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ഹൈനുമാക്കാണെങ്കിൽ അവിടെ നിന്നൊരു കൂട്ടും കൂടെ കിട്ടിയായിരുന്നു കേട്ടോ. ഈ മോൻക്കും മൈനസിൻ്റെ അതേ അസുഖം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഡോക്ടറെ കാണിക്കാൻ കയറി. ഡോക്ടറിൻ്റെ റിസൾട്ട് കണ്ടപ്പോഴേക്കും എൻ്റെ അടുത്ത് സന്തോഷമുള്ള വാക്കുകളൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഐനൂസിൻ്റെ ശരീരത്തിൽ നിന്ന് പ്രോട്ടീൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അവൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഇതും കൂടെ വന്നത്. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് എൻ്റെ മുഖത്തുള്ള ടെൻഷൻ കണ്ടുകൊണ്ടായിരിക്കും ഡോക്ടർ പറഞ്ഞു നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. ടെൻഷൻ അടിക്കാതെ മാക്സിമം ഹാപ്പി ആയിരിക്കുക. അപ്പോഴേ അവളും ഹാപ്പി ആയിക്കോളും. പക്ഷേ അതുപോലെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സ്ഥലത്ത് നിന്ന് നമ്മളെ കുത്തി നോവിക്കാൻ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ.